പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ വീട്ടിൽ ഒരു പാളയംകുടം കൊലയുണ്ടായി. ചെറുതാണ്, ഒരു ഉച്ചാളി കൊല. അപ്പോൾ അതിലത്തെ 3-4 പടലൊക്കെ ചേട്ടന്മാർ അവിടേക്ക് കൊടുത്തു. കുറച്ച് ബാക്കിൻ്റെ ഇത് മുഴുവൻ എനിക്ക് തിന്നു തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിതുകൊണ്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു വൈൻ, പാളയംകുടം പഴം കൊണ്ടുള്ള ഒരു സിമ്പിൾ വൈൻ നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇപ്പം ഇന്നുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 21 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ല. ഇതുകൊണ്ട് മുഴുവൻ ഉണ്ടാക്കണില്ലേടാ. ഇതൊരു 3 കിലോ പഴം ഉണ്ടാവും. നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു 1/2 കിലോ കൊണ്ട് മാത്രമാണ്. കാരണം ഇത് കുടിക്കേണ്ടത് ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് തൊലി കളഞ്ഞ പഴം 1/2 കിലോ. അത് നമുക്ക് എടുക്കാം. ഇത് നല്ല പോലെ പഴുത്ത പഴമായിരിക്കണം, അല്ലാണ്ട് കറക്കുന്ന ടൈപ്പ് എടുക്കരുത്. ഇനി നമ്മൾ 1.25 കിലോ വെള്ളം എടുത്തിട്ട് ഈ പഴം ഇതിലിട്ട് തിളപ്പിക്കാൻ പോകണം, വേവിക്കണം. ഈ പഴത്തനെ നമുക്ക് ഇതിലിട്ട് ഉടയ്ക്കണോണ്ട് കുഴപ്പമില്ല കേട്ടാ. വേവുമ്പോൾ ഒന്ന് ഉടയ്ക്കണം നമുക്കാകെ. പഴം വേണമെങ്കിൽ അരിഞ്ഞിരാട്ടാ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇളക്കി കൊടുത്തല്ലോ കേട്ടോ ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിലേ പിടിക്കും. ഒരു വിധമൊക്കെ ഉടഞ്ഞു വേണ്ട, തിളച്ചല്ലേ. അപ്പോഴേക്ക് ഇങ്ങനെയായി തിളച്ചുടങ്ങി വേവട്ടേട്ടാ. കുറച്ച് സമയം മതി വേവ. ഇപ്പോൾ നമ്മുടെ പഴം വെന്ത് കഴിഞ്ഞു. നമുക്കിനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഇത് ചൂടാറി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ അരിച്ചെടുക്കണം. അരിച്ചെടുക്കുക ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ സാധാരണ തോർത്തുമുണ്ടില്ലേ, അരി പിഴിഞ്ഞെടുക്കുക ചെയ്യുക. തോർത്തുമുണ്ട് ഇതിന് പകരം നമുക്ക് സാധാരണ അരിപ്പയിൽ നിന്ന് അരിച്ചെടുത്താൽ മതി. നമ്മൾ ഇതിലാണ് തിളപ്പിച്ചത് കേട്ടോ. ഞാൻ പാത്രം മാറ്റിയെന്നുള്ളൂ. ഈ വക്കത്തുള്ളത് ഒന്നുമല്ല, വൃത്തികേടൊന്നുമല്ല കേട്ടോ. നമ്മൾ അരിപ്പെടുക്കണു, അരിക്കാണ്ട് ഒഴിക്കണം. ഇന്ന് അമർത്തി കഴിഞ്ഞാലേ ഒക്കെ പോരും, കംപ്ലീറ്റ് പോരണം. പഴം പിഴിഞ്ഞെടുത്താൽ പോലെ വരണം. അതിൻ്റെ ചാറ് നമുക്ക് വേണം. ഇനി തോർത്തുമുള്ള പിഴിയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വിധമൊക്കെ ഇതിൻ്റെ നമ്മൾ സത്ത് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കൊറ്റല്ലേ ഇത് നമുക്ക് കളയാം. ഈ സാധനം മാത്രം മതി കേട്ടോ. കള്ള് പോലുള്ള സാധനമല്ലേ കണ്ട, ഇത് മാത്രം മതി. 1/2 കിലോ പഴത്തിന് 1.25 കിലോ വെള്ളം, 500 പഞ്ചസാര, പിന്നെ ഒരു ചെറുനാരങ്ങ നീര്, ഒരു കഴുകി തുടച്ചെടുത്ത ഒരു ഭരണി എടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ പഴത്തിൻ്റെ ചാറ് അങ്ങോട്ട് ഒഴിക്കുക. ലാസ്റ്റ് ഒരു മട്ടുണ്ട് ചെറിയത്, അത് നമുക്ക് വേണ്ട. ഒരു സ്വല്പമുള്ള ഒരു 2-3 ടീസ്പൂൺ അത് എടുത്ത് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമ്മുടെ 1/2 കിലോ പഞ്ചസാര ഇങ്ങോട്ട് ഇടുന്നു. പിന്നെ വേണ്ടത് ഈസ്റ്റില്ലേ, ഈസ്റ്റ്. ഇതുപോലത്തെ ഒരു വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. ഇതിന് 10 രൂപ എന്നുണ്ട്, 10 രൂപ. അപ്പോൾ 5 രൂപ വരെ ഈസ്റ്റ് എടുത്തിട്ട് 2.5 ഗ്രാമുള്ള വേണ്ടത് നമുക്ക്. കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ കണക്ക് എന്ന് പറഞ്ഞാൽ 2 ഗ്രാമാണ്. നമ്മൾ തൂക്കം നോക്കണമെന്നില്ല, ഇതിൻ്റെ പകുതി ഇടണം. ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈസ്റ്റ് ഇടുമ്പോൾ ഒരു സ്വല്പം വെള്ളം എടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചെറിയ ചൂടിൽ നമ്മുടെ കൈവരലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളാൻ പാടില്ല, അത്രയ്ക്ക് വല്ലാണ്ട് പൊള്ളാൻ പാടില്ല. അതിലേക്ക് ഇതിട്ടിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടൊന്ന് കലക്കണം. എന്നിട്ടാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. ഇതിപ്പോൾ എല്ലാം കൂടിയിട്ട് നമ്മളൊരു ഭരണിയിൽ ഇടാൻ വേണ്ട, വേറെ ഒന്നുമില്ല. ഈസ്റ്റ് നമ്മൾ പകുതി ഇടണം. ഇതിൽ സ്വല്പം വെള്ളം ഒഴിക്കണം. ഇതിൽ പഞ്ചസാര ഇടുന്നു, ഇളക്കണം. ഭരണിയിലേക്കാണ്ട് ചേർക്കാട്ടെ. ഇനി ഈ ചെറുനാരങ്ങ നീര്, ഒരു ചെറുനാരങ്ങ നീരാണ് ഒഴിക്കുന്നത് കേട്ടോ, അത് ഒഴിക്കുക. ഇനി ഇത് ഇളക്കണം. മൂടി വയ്ക്കണം. നമ്മുടെ പാളയംകുടം പഴത്തിൻ്റെ വൈനെടുത്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 4 ദിവസം ഇതിനെ തുറന്നിട്ട് വെറുതെ ഇളക്കുക. ഒരു പ്രാവശ്യം, ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് ഇളക്കിയാൽ മതി, ഒരു 4 ദിവസം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇളക്കണ്ട. പിന്നെ 21 ദിവസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും എടുത്ത് കഴിഞ്ഞാൽ വൈൻ അതിൻ്റെ നമ്മൾ 21 ദിവസം കഴിഞ്ഞു നമ്മൾ ഇതിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. പാത്രത്തിലേക്ക് ഒഴിക്കാം. ഏകദേശം കഞ്ഞിളത്തിൻ്റെ കളറായിരിക്കും. നമുക്ക് ഈ വൈൻ ഈ കുപ്പിയിലേക്ക് പകർത്താടാ. നമ്മുടെ വൈൻ റെഡി, പാളയംകുടം വൈൻ. ഇനി പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആദ്യം ടേസ്റ്റ് ചെയ്യാം. ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ.
21 ഏറ്റവും തമാശയെ 21 ദിവസം മുതലാണിത് 1 ലിറ്ററിൻ്റെ കുപ്പിയാണ് ഇട്ടത്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിച്ചിട്ട് കുറഞ്ഞു. നിങ്ങളുടെ അനുഗ്രഹ ആശീസ്സുകളോടെ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോകണം. ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടാ. പാളയംകുടമ്പഴൊന്നും ഒരിക്കലും പറയില്ല. പാളയംകുടമ്പഴൊക്കെ എവിടെ എടുക്കണം. എനിക്ക് കുടിച്ചിട്ട് വളവളാവെന്ന് വർത്താനം പറഞ്ഞവരെ ഇഷ്ടമല്ല. നമ്മൾ കൂട്ടുകാരന്മാരായാലും ആരായാലും വെറുതെ ആവശ്യമില്ലാണ്ട് വർത്താനം പറഞ്ഞവരെ ഇഷ്ടമല്ല. പക്ഷെ നമുക്ക് ചിലവരുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഇഷ്ടം തോന്നും. ഇങ്ങനെ പറയുന്നവരില്ല കേട്ടാ. ഞാൻ ഈ ആറട്ടപ്പുഴ പൂരത്തിന് മിനിഞ്ഞാന്ന് 4 നാൾ പോയിപ്പോൾ ഞാനും മുരളിയുടെ കൂടി പോയത് സ്കൂട്ടറും പോയി. അപ്പോൾ മുരളിയുടെ സ്കൂട്ടർ വഴിയിൽ ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്ഥലത്ത് നിർത്തി. 1/2 മണിക്കൂറാണ് പിടിച്ചു ആൾ വരാനായിട്ട്. അപ്പോൾ ഞാനൊരു വീടിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു 3-4 പേര് ഒരു 10-65 വയസ്സുള്ളവർ വർത്താനം പറയുന്നുണ്ട്. അപ്പം നമ്മൾ അവരെ വർത്താനം കണ്ട് ശ്രദ്ധിച്ച് നിന്നു വെറുതെ ഇത്. അപ്പോൾ അവർ ഈ അതിലത്തെ ഒരാൾ ഒരു കൂലിപ്പണിക്കാരെ പോലുള്ള അങ്ങനത്തെ ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരാളാന്ന് തോന്നുന്നു. മറ്റുള്ളവർക്ക് ഒരു ജോലിക്കാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള ഒരു വേഷം, നമുക്ക് ഏകദേശം വേഷം കണ്ടാൽ നമുക്കറിയാമല്ലോ. അല്ല, വേഷത്തിൽ കാര്യമില്ല, എൻ്റെ നാടകം കണ്ടില്ലേ, വേഷത്തിൽ കാര്യമില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇയാളോട് ചോദിച്ചു, പൂരായിട്ട് മറ്റൊരു ചോദിച്ചു, പൂരായിട്ട് ഒന്ന് അടിച്ചില്ലേന്ന് ചോദിച്ചു. ഇതാ അടിച്ചില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അത് പറഞ്ഞു കാശിലറോ, ഞാൻ ആകെപ്പാട് കൂടി 300 കിട്ടുന്നത്. 100 കിട്ടി കഴിഞ്ഞാൽ ഇവർ പറയണത് 2 ദിവസം കാശിന് ഞാൻ വാങ്ങിച്ചുകൂടെ എന്നാണ് ഒരു ഇടയിലിടയിൽ ഓരോ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നത് ഒരു ക്വാർട്ടർ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച കണക്കുന്നു. ഒരു ക്വാർട്ടർ വാങ്ങിച്ചാൽ 2 ആഴ്ച കണക്കുന്നു. അത് എല്ലാ ദിവസവും ഈ തിരിച്ച് വൈകുന്നേരം ഇതടിക്കുന്നു. ഞായറാഴ്ച കാലത്തും വൈകുന്നേരം അടിക്കും, 2 നേരം അടിക്കും. അപ്പോൾ തിങ്കളാഴ്ച അടിക്കില്ല അത്ര. അപ്പോൾ എനിക്ക് അയാളോട്, അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ക്വാർട്ടർ 2 ആഴ്ചയിലേക്ക് വാങ്ങിച്ചിട്ട് വീതം വയ്ക്കാന്ന് പറഞ്ഞ് കാർന്നമാർക്ക് വീതം വയ്ക്കാന്ന് പറയില്ലേ, അത് അപ്പോൾ ഒരാൾ പറയണ്ടേ, അതിൻ്റെ ഇടയിൽ പറയണ്ടേ, എനിക്ക് എൻ്റെ മോൻ ഒരു ഫുള്ള് വാങ്ങിച്ചു തരും ഒരാഴ്ചയിലേക്ക്. തയ്യൊന്നുമില്ല, ഒരാഴ്ചക്ക് ഫുള്ള് വാങ്ങിച്ചു തരും. എന്നാലും ഒരു സന്തോഷമല്ലേ. പിന്നെ വേറെ അന്വേഷിച്ച് പോകും, അങ്ങനെ ഉള്ള വർത്തമാനം. അപ്പോൾ എനിക്ക് അയാളോട് ഭയങ്കര ഒരു ഇത് തോന്നി, ഇഷ്ടം തോന്നി. അയാൾ പറയും കുടുംബം നോക്കണമല്ലോ, കുടുംബത്തിൽ ചിലവ് ചെയ്യണമല്ലോ. 300 ഞായറാഴ്ച പണി ഉണ്ടാവില്ല, ബാക്കിയുള്ള ദിവസം കൂടി 300 കിട്ടിയിട്ട് വേണം ജീവിക്കാൻ. അപ്പോൾ അയാളുടെ മദ്യപാനത്തിൻ്റെ ശീലത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ആളാരാണെന്ന് എന്താണെന്നോ എനിക്കൊന്നും അറിയില്ല. ഈ കുപ്പി ഞാൻ ആൾക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ആളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കറിയില്ല, ആളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുപ്പി ഞാൻ ആൾക്ക് കൊടുക്കും. എനിക്ക് അത്ര ഇഷ്ടം തോന്നി ആളോട്. ഞങ്ങൾ ഒല്ലുകാർ പറയും, ഒല്ലുകാർ സാധാരണ ഈ പാലത്തിൻ്റെ അവിടെ ഇരുന്നിട്ട്, ഞങ്ങളുടെ പാലത്തിൻ്റെ അവിടെ ഇരുന്ന് കാർന്നന്മാർ വെള്ളടിക്കുന്നവർ സാധാരണ പറയും, ഓരോരുത്തരെ പറ്റി പറയും. എർപ്പായുട്ടില്ലേ, അവൻ ഭയങ്കര ഡീസൻ്റാ, അവൻ ഭയങ്കര ഡീസൻ്റാന്ന് പറയും. അല്ലെങ്കിൽ ഈ വേറെ ആള് മോഹനൻ, ഇവിടുത്തെ മോഹനല്ലേ, അവനെ പോലൊരു ഡീസൻ്റ് ആയിട്ടുള്ള മനുഷ്യനെ ഈ ഭൂമിയിൽ കാണില്ല. സത്യത്തിൽ ഈ കുടിയന്മാരുടെ ഡീസൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒല്ലുകാരുള്ളവരെ കുടിയന്മാരുടെ ഡീസൻ്റ് എന്ന് പറഞ്ഞാൽ എന്നിട്ടെന്നറിയും, ബാറി കയറിയിട്ട് അടി ഉണ്ടാക്കില്ല. ഞാർപ്പായിട്ട് എന്ന് പറഞ്ഞത് ഒരു പേര് പറഞ്ഞാണ്, മോഹൻ എന്ന് പറഞ്ഞ ഒരു പേര് പറഞ്ഞാണ്. ഇവരുടെ ഡീസൻറ്റിൻ്റെ ഇതാണ് മാനദണ്ഡമാണ് പറയുന്നത്. ബാറി കയറിയിട്ട് അടി ഉണ്ടാക്കില്ല, വെള്ളമടിച്ചിട്ട് അടി ഉണ്ടാക്കില്ല, കുടിച്ചിട്ട് വെട്ടമൊഴിച്ചാൽ എടുക്കില്ല, പിന്നെ വഴിയിൽ കിടന്ന് ഛർദ്ദിക്കില്ല. ഇതാണ് ഇവരുടെ ഡീസൻറ്റിൻ്റെ മാനദണ്ഡം. ഇതാണ് ഇവരുടെ ഡീസൻ്റ് എന്ന് പറയുന്നത്. അവനാൾ ഭയങ്കര ഡീസൻ്റ്, അവൻ മറ്റവൻ ഭയങ്കര ഡീസൻ്റ് എന്ന് പറയുന്നത് ഇതാ. അപ്പോൾ നമുക്ക് ആ ഡീസൻ്റ് ആയിട്ടുള്ള ഞാനറിയാത്ത ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കുപ്പി സമർപ്പിക്കുന്നു. ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ്. പാളയംകുടം പഴം പണ്ടത്തെ പോലെ ആളുകൾ അധികം തിന്നില്ല. പണ്ടൊക്കെ പൂട്ടും പഴം കൂട്ടിയിട്ടൊക്കെ തിന്നായിരുന്നു. ഇപ്പോൾ അധികം ഷുഗറും തേങ്ങമായ കാരണം ആളുകൾ അധികം കഴിക്കില്ല. ചിലപ്പോൾ കോഴികൾക്ക് അല്ലെങ്കിൽ മറ്റവർക്ക് ഈ പശുവിനൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനത്തെ സ്ഥിതിയാണ്. അപ്പോൾ
ഈ സാധനം ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്, നിങ്ങളിത് കഴിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.